എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഇന്നത്തെ പാത്രം എന്താ വിചാരിക്കണ്ട, ഇതാ ചേനയും കായയും കൂടിയുള്ള കൂട്ടുകറി ഉണ്ടാക്കുന്നത്. ഒരു മധുര കൂട്ടുകറി, മധുരക്കെട്ടുള്ളത്. ചേനയൊക്കെ ചതുരം ആക്കിയിട്ടുള്ള ചേന, 2 നേന്ത്രക്കായ, മീഡിയം സൈസ് നേന്ത്രക്കായ 2 രണ്ടും എടുത്തിട്ട് ഒക്കെ അരിഞ്ഞ് കഴുകി വെച്ചാണ്. പിന്നെ ബാക്കി ഇതിൽ എന്തൊക്കെ വേണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം എല്ലാവർക്കും വീണ്ടും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം അങ്ങനെ നമുക്ക് എന്തൊക്കെ വേണ്ട, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ നോക്കാം. അപ്പോൾ തുടങ്ങാം നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കണത്. ആദ്യം പറയട്ടെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണാണ്. 1 സ്പൂൺ ജീരകം വേണം, ചെറിയ ജീരകമാണ്. 1 സ്പൂൺ തന്നെ നിറയെ വേണം. അത് വറക്കാനും അരയ്ക്കാനും കൂടിയാണ്. അപ്പോൾ ജീരകം, കുഞ്ഞൻ ജീരകം 1 സ്പൂണ്. പിന്നെ കടലപ്പരിപ്പാണ് മെയിനാ. ഈ കടലപ്പരിപ്പ് ഇട്ടിട്ടാണ്. കടലപ്പരിപ്പും കായയും ചേനയാണ് ഉണ്ടാക്കുന്നത്. 3 കൂടിയാണ് വെക്കുന്നത്. ഇതാ ഇതിലൊരു 100 ഗ്രാം കടലപ്പരിപ്പ് ഉണ്ടാവും. 100 ഗ്രാമുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിൽ കൂട്ടുകുറക്കുക ചെയ്യാമെന്ന് കുഴപ്പമില്ല. കൂട്ടിയെടുക്കാൻ വേണമെച്ചാൽ കുറച്ചെടുക്കാം. നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് ഒരു 100 ഗ്രാം കടലപ്പരിപ്പുണ്ട്. ഇത് കായയും ചേനയും ഇതാണ്. ഇത് രണ്ടും കൂടി 300 ഗ്രാം ഉണ്ടാവും. മെയിന തേങ്ങ 1 മുറി 1.5 മുറിയോളം തേങ്ങ വേണം. അരച്ചും കൂട്ടണം, വറുത്തും കൂട്ടണം. അതുകൊണ്ട് തേങ്ങ കുറച്ച് വേണം. ചെറിയ തേങ്ങച്ച 1 എടുക്കാം. വലിയ തേങ്ങച്ച ഒരു മൂടിയും പിന്നെ ഒരു 3.5 മുക്കാലൊക്കെ എടുക്കണം. അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ശർക്കര, വെല്ലം വേണം. ഇതും ഇടണം. ഇത് പ്രധാനമാണ്. മധുരം ഇടണം. മധുരക്കറി എന്ന് പറയാം. അപ്പം അങ്ങനെ വെല്ലം വേണം. പിന്നെ പ്രധാനമായ ഒരാളാണ് ഇൻഗ്രീഡിയൻ്റ് കുരുമുളക്. ഇതൊരു സ്പൂൺ ഇടണം. കുരുമുളക് 1 സ്പൂൺ കുരുമുളക് ഇടണം. ഒരു കുരുമുളക് പൊടിയായാലും വേണ്ട, കുരുമുളകായാലും വേണ്ട, എന്തായാലും വേണ്ട. ഞാൻ പൊടി എടുത്തത് 1 സ്പൂണ്. പിന്നെ മുളക് വറുത്തിടാൻ വേണം. മുളക് ഉണക്കമുളകാണ് വറുത്തിടാൻ ഇടണം. ഉഴുന്ന് ഇതില്ലാത്ത പരിപാടിയില്ല. ഉഴുന്ന് ഇത് പൊളിച്ച ഉഴുന്നാണ് വേണ്ടത്. ഇപ്പോൾ തൽക്കാലം ഇതാണ് ഉള്ളത്. പൊളിച്ച ഉഴുന്നും ഇത് 2 ഉഴുന്നിനാണ്. പൊളിച്ചാണ് പ്രധാനം. താളിപ്പിന് ഇതാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കാനാണ് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ ഇത് കഴുകിയിട്ട് വരട്ടെ. പരിപ്പ് കഴുകിയിട്ടു. പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ചേനയും കായും കൂടുള്ളത് പറഞ്ഞു. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടലപ്പരിപ്പ്, പിന്നെ ചേന, നേന്ത്രക്കായ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 4 ഇട്ടിട്ടുണ്ട്. വെള്ളം ഒഴിക്കണു. വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി ആയതാണ്. അപ്പം ഇനി വേവട്ടെ. ആദ്യം 1 വിസിൽ 2 വിസിൽ വിടണം. എന്നിട്ട് നോക്കണം വെന്താ. നല്ല വേവാൻ പാടില്ല. എന്നാൽ പാകത്തിന് വേവണം. എന്നിട്ട് പിന്നെ നോക്കിയിട്ട് പിന്നെ വേവിച്ചാൽ മതി. 5 മിനിറ്റ് കുക്കർ ലാസ്റ്റ് ഇട്ടിട്ട് വിസിലടങ്ങിയ ശേഷം നോക്കിയ ശേഷം പിന്നെ വെന്ത നോക്കിയ ശേഷം വെന്തിട്ടില്ലെങ്കിൽ മാത്രം വേവിച്ചാൽ മതി. വെന്തിച്ച് പിന്നെ നിർത്താം. പിന്നെ അപ്പോഴേക്കും നമ്മൾ തേങ്ങയൊക്കെ വറക്കാം. അപ്പോൾ നമുക്ക് കുക്കർ അടച്ചിട്ട് വേവിക്കാം. 1 വിസിൽ വിട്ട് വേവിക്കാൻ വയ്ക്കാം. 1 2 അതിന് മേലെ വിടരുത്. കുറച്ച് ഉപ്പുള്ള പൊടിക്ക് വല്ലപ്പോഴും പൊടിച്ചിട്ടുണ്ട്. ഇനി വേഗം വയ്ക്കാം. വേഗം വെച്ചിട്ട് വെച്ച ശേഷം നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. കഷ്ണം വേവിക്കാൻ വെച്ചു. 1 വിസിൽ 2 വിസിൽ കറക്റ്റാണ് ഇട്ടു. ഓഫാക്കി. ഇനി നമുക്ക് പിന്നെ തേങ്ങയും ജീരകവും പിന്നെ ഒക്കെ പാടെ വറക്കാം. കുരുമുളക്, തേങ്ങ, ജീരകം, കറിവേപ്പിൻ്റെ ഇല, ഉണക്കമുളക് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമുക്ക് വറക്കാം. ചട്ടി വശന്നു, അടുപ്പ് കത്തുന്നു. എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ്. 2 സ്പൂണെല്ലാം വേണം.
ആദ്യം നമുക്ക് കടുകിടാം. എണ്ണ കടുകൊക്കെ അടുപ്പിൽ വെച്ചു. നമ്മുടെ കഷ്ണം നോക്കാം. കഷ്ണം കറക്റ്റാണ് വേവ്. ഇത്രേ വേണ്ടുള്ളൂ. കറക്റ്റായ പാകത്തിന് വന്നിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് ഇടാം. ഉഴുന്ന് പരിപ്പ് ഇടാം. അച്ചിരി മുളകുണ്ട്. ജീരകം ഇടുന്നുണ്ട്. നമ്മുടെ തേങ്ങ നല്ല പറവാവട്ടെ. കറിവേപ്പില ഇടാം. കടുക്, ജീരകം, ഉഴുന്ന് 3 വറുക്കുന്നു. മിളക്, ഉണക്കമുളക് ഇട്ടു. കറിവേപ്പില ഇട്ടു. ഇനി കുരുമുളക് ലാസ്റ്റ് ഇടണം. പറവാവട്ടെ. ഇരുന്ന് കുറച്ച് തേങ്ങ എടുക്കാം. നമുക്ക് അരയ്ക്കാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് വറക്കാം. വീണ്ടും തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് അരയ്ക്കാനാണിത്. ബാക്കിയുള്ളത് വീണ്ടും വറക്കാം. ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇടാം. ഇതിൽ നല്ല കളർ ഒന്നുകൂടി മാറണം. നമ്മുടെ വറവായി. ഇത് അവസാനം ഇടാനാണ്. ലാസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണണം. 1-2 പ്രാവശ്യം അപ്പോഴേ മനസ്സിലാവുള്ളൂ. അറിയാത്ത കുട്ടികൾക്കൊക്കെ. വറവായി. നമുക്ക് തേങ്ങ അരച്ചിട്ട് ഇതിലിടാം. കറിയിലിടാം. വീണ്ടും നമ്മുടെ കുക്കർ വെച്ചു. ആദ്യം തന്നെ നമ്മൾ ശർക്കര ഇടാം. ശർക്കര ഉണ്ട്. അരിയണല്ലോ. പൊടിക്ക് വെള്ളം ഒഴിക്കാം. ഇത്ര തേങ്ങ അരയ്ക്കുന്നുള്ളൂ. വളരെ കുറച്ച് ക്വാണ്ടിറ്റി അരയ്ക്കുന്നുള്ളൂ. നമ്മുടെ തേങ്ങ അരച്ചു. വറുത്തേന്ന് പകുതി എടുത്താണ് അരച്ചത്. ഇനി വേറെ വേറെ ചെയ്യേണ്ട വെച്ചിട്ടാണ് അതിനെ എടുത്തത്. നമുക്ക് പെട്ടെന്ന് പണി കഴിയണ്ടേ. അതുകൊണ്ടാണ്. ആ ടേസ്റ്റും വേണം. ഇടാം. തിളക്കട്ടെ. തിളച്ചിട്ട് ഉപ്പ്, മുളക് ഒക്കെ നോക്കണം. നമ്മുടെ കൂട്ടുകറി റെഡി ആയിക്കൊണ്ടിരിക്കണം. ലേശം കുരുമുളക് പൊടി ഇതിലിടാം. ഒരു 1/4 ടീസ്പൂൺ ഇറങ്ങുള്ളൂ. ഇതിൻ്റെ മെയിൻ മുന്നിൽ നിൽക്കേണ്ട ആളിതാണേ. കുരുമുളകാണ്. അതുകൊണ്ടാണ് ഇത് പൊടിച്ചിരുന്നത്. നമുക്ക് താളിപ്പിലേക്ക് ഇടാം. താളിപ്പ് ഒക്കെ അരിക്കൊട്ടാം. ഒക്കെ ഇളക്കി കൊടുക്കും. അങ്ങനെ നമ്മുടെ കൂട്ടുകറി റെഡി. ഓണസദ്യ, ഓണ സ്പെഷ്യല്. സദ്യകളിൽ എല്ലാവരും പ്രധാനമായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു താരാണ് കൂട്ടുകറി.
ഒരുപാട് തരം ഉണ്ടാവും. ഇത് നമ്മുടെ സ്റ്റൈലാണ്, എൻ്റെ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ്. എരിവ് ഉപ്പൊക്കെ നോക്കുക, എല്ലാവർക്കും വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. ചേന, കായ, കടലപ്പരിപ്പ് മൂന്നിൻ്റെ മിക്സിങ് ആയ ഒരു കൂട്ടുകറി. സൂപ്പർ ടേസ്റ്റുള്ള ഒരു കൂട്ടുകറി. പുളി വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം മേലാലെ. അപ്പോഴാണ് ഗമ 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 എന്ന് മണക്കുള്ളൂ. മണത്തിന് വേണ്ടിയിട്ട് തുള്ളിയും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ആപ്പാക്കാം. അത്രയേ ഉള്ളൂ. അങ്ങനെ നല്ല രുചിക്ക മണക്ക ഗമ ഗമെന്ന് മണത്തോട് കൂടിയുള്ള പിന്നെ കൂട്ടുകറി റെഡിയായി. സദ്യയിൽ ഉൾപ്പെടുത്തുന്നത് മെയിനായി ഉൾപ്പെടേണ്ട ആളാണ് കൂട്ടുകറി, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടായി കഴിച്ച് നോക്കണം. എന്നിട്ട് അതിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഓണൊക്കെ സൂപ്പർ അടിച്ച് പൊളിക്കണം എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂട്ടുകറി റെഡിയായി. സൂപ്പർ കൂട്ടുകറിയാണ്. വെള്ളം പോലെ ആവാൻ പാടില്ല, കട്ടിയാവാൻ പാടില്ല, മീഡിയം ഇതിന് ആവണം വെള്ളം. ഇതാ സൂപ്പറായിട്ടുണ്ട്, നല്ല മണം. എല്ലാവരും കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക, ഓണൊക്കെ അടിച്ച് പൊളിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.